ഹായ് ഫ്രണ്ട്സ്, ഇന്നലത്തെ ബാലൻസ് വീഡിയോ ആണ്. നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബെൽറ്റാണ് വേണ്ടത്. അപ്പോൾ ബെൽറ്റ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം കേട്ടോ. ഷോൾഡർ, അതായത് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഷോൾഡർ മാത്രം സെയിം ആയിട്ട് വെക്കുക. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വെക്കുക, അതുപോലെ മോൾ ഭാഗം മാത്രം നോക്കിയാൽ മതി. കൈക്കുഴിയുടെ അവിടെയൊന്നും ഇതിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൈക്കുഴി ശരിയാക്കുകയാണെങ്കിൽ ഷോൾഡർ ശരിയാവില്ല, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ബാക്ക് പീസിൽ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. അതായത് ഫ്രണ്ട് പീസ് എവിടെയാണോ അവസാനിക്കുന്ന ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതാണ് നമുക്ക് ബെൽറ്റിൻ്റെ ഇറക്കമായിട്ട് വരുന്നത് കേട്ടോ. ഇനി നമുക്കതൊന്ന് അളന്ന് നോക്കുക. എനിക്കിവിടെ 3.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 3.5 ഇഞ്ച് അതിൻ്റെ ഒപ്പം തയ്യൽ തുമ്പും കൂടി വിടണം. അതായത് മുകളിലത്തെ മെയിൻ പീസും നമ്മുടെ ബെൽറ്റും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് വിടുക. താഴ്ഭാഗത്ത് നമ്മൾ ബാക്ക് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടല്ലോ, അതോടുകൂടി ചേർന്നിട്ടാണ് നമ്മൾ 3.5 ഇഞ്ച് പറഞ്ഞത്. അപ്പോൾ മുകളിൽ മാത്രം നമുക്ക് തയ്യൽ തുമ്പ് വിട്ടാൽ മതി. അപ്പോൾ ഇതിൽ 3.5 പ്ലസ് ഒരു 1/2 ഇഞ്ച് 4 ഇഞ്ച് ഞാൻ ഫ്രണ്ട് സൈഡ് എടുക്കുന്നുണ്ട് കേട്ടോ ബെൽറ്റിൻ്റെ. ഇനി നമുക്ക് അതേപോലെ ഇപ്പുറത്ത് തയ്യൽ തുമ്പ് വരുന്ന അവിടെ നോക്കുക. ഇവിടെ 3.25 ഒരു പോയിൻ്റുമാണ് വരുന്നത്. അപ്പോൾ 3.5 ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താഴ്ഭാഗത്ത് ഇതിലും തയ്യൽ തുമ്പ് വിടേണ്ട ആവശ്യമില്ല. മുകളിൽ മാത്രം ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു 1/2 ഇഞ്ച് വിടുക. അപ്പോൾ ഇതിലും 4 ഇഞ്ചാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പിൻ്റെ ആ സൈഡ് വരുന്നതും 4 ഇഞ്ചാണ്, ഫ്രണ്ട് ഭാഗത്തും 4 ഇഞ്ചാണ്. നമുക്ക് രണ്ടും സെയിം ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ക്ലോത്തിലേക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് ഫ്രണ്ടിൽ ഹിപ്പിൻ്റെ അളവ് നോക്കണം. മെയിൻ ടക്ക് വിട്ടിട്ടുള്ള അളവാണ് കേട്ടോ. ഇവിടെ നിന്ന് 3 ഇഞ്ച് കിട്ടി. അപ്പോൾ അതേ 3 ഇഞ്ച് ഇപ്പുറത്തെ സൈഡും വെച്ചിട്ട് എത്രയാണോ നിങ്ങൾക്ക് അളവ് കിട്ടുന്ന ആ അളവിന് നിങ്ങൾക്ക് ബെൽറ്റ് കട്ട് ചെയ്യാനുള്ള ആ തുണിയിൽ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിവിടെ ബെൽറ്റിനായിട്ടൊരു തുണി എടുത്തിട്ട് അതിലിതേപോലെ 10 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് ജോയിൻ ചെയ്തിട്ട് ബാലൻസ് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ ചെയ്ത് വെച്ച അളവുകൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. 4 ഇഞ്ച് ഫ്രണ്ട് സൈഡും അതുതന്നെ തയ്യൽ തുമ്പ് വിടുന്ന ആ ഭാഗത്തും 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഫ്രണ്ട് പീസിന് ഇപ്പം നമ്മൾ ബെൽറ്റ് കട്ട് ചെയ്യുന്ന ആ പീസിൻ്റെ മുകളിൽ വെക്കുക. നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തല്ല ഫ്രണ്ട് ഭാഗത്തിൽ, ആ ഭാഗത്ത് ഈ ഫ്രണ്ട് വരുന്ന പോലെ ഇങ്ങനെ വെക്കുക. നേരെ, അതായത് ആ ഒരു വളവ് കിട്ടണം. താഴ്ഭാഗത്ത് നമ്മൾ മെയിൻ ടക്ക് കട്ട് ചെയ്തല്ലോ, ആ വളവ് വരുന്നത് മാത്രം നോക്കിയാൽ മതി. സൈഡും കഴുത്തൊന്നും ശ്രദ്ധിക്കേണ്ട. ഇതിൽ ഈ വളവ് കറക്റ്റായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗം, അതായത് ഫസ്റ്റ് ടക്ക് ഉണ്ടല്ലോ മെയിൻ ടക്കിൽ, ഈ പോയിന്റിലൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു വളവ് ഇതേപോലെ വരച്ചു കൊടുക്കുക. ഈ വളവ് മാത്രം കറക്റ്റായിട്ട് വരുന്നുണ്ടോയെന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി ഇപ്പം നമ്മൾ ഇവിടെ പോയിൻ്റ് മാർക്ക് ചെയ്തല്ലോ, ആ പോയിൻറ്റിന് അങ്ങനെ എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡത്തെ ടക്കിൽ, അതായത് മെയിൻ ടക്കിൻ്റെ 2 ഭാഗത്തെ മാർക്കാണ് കേട്ടോ പറയുന്നത്. അതായത് നമ്മൾ കൊതഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ പോയിൻ്റാണ് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ആദ്യം മാർക്ക് ചെയ്ത ഭാഗം വെച്ച് അതേ പോയിന്റിൽ വേണം ഈ ടക്കിൻ്റെ 2ാമത്തെ സൈഡും വെക്കാൻ കേട്ടോ. ഞാൻ പറയുന്ന കാട്ടിലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഈ തയ്യൽ തുമ്പ് വയ്ക്കുന്ന അവിടെ ഒരു 4 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ പോയിൻറ്റും, അതായത് ഇത് 1/2 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തുകൊണ്ടാണ് ഇതിലിങ്ങനെ കാണുന്നത് കേട്ടോ. കറക്റ്റ് നമ്മൾ നേരത്തെ എടുത്ത അളവിലാണെന്നുണ്ടെങ്കിൽ ആ പോയിൻ്റ് കറക്റ്റായിട്ട് വരും. ഈ എക്സ്ട്രാ 1/2 ഇഞ്ച് വിടാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതേമാതിരി 2 സൈഡ് വളവും വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ബെൽറ്റിൻ്റെ പീസും കിട്ടി. ഈ ബെൽറ്റിൻ്റെ പീസൊന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. പിന്നെ ഫ്രണ്ട് സൈഡ് അറിയാൻ വേണ്ടിയിട്ട്, അതായത് കൊക്കി വെക്കുന്ന ആ ഭാഗം അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ആ ഫ്രണ്ടിലൊന്ന് കൊതഞ്ഞ് വിടുക കേട്ടോ. ഇതേപോലെ ചെറുതായിട്ടൊന്ന് കൊതഞ്ഞ് വിട്ടാൽ മതി. ഈ കട്ട് ചെയ്യുമ്പോൾ അതായത് മെയിൻ ടക്ക് വരുന്ന ആ ഭാഗം ഇതേപോലെ നല്ല കേവായിട്ട് കിട്ടിയാൽ നമുക്ക് ആ കപ്പിൻ്റെ ഷേപ്പ് കിട്ടുള്ളൂ. ഇടുമ്പോൾ നല്ല ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ മെയിൻ ടക്ക് ചെയ്തവിടെ നമ്മൾ ആം ഹോൾ സ്കെയിൽ വെച്ചിട്ട് ഒരു റൗണ്ടായിട്ട് വളച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ അവിടെയും ചെയ്താൽ നമുക്ക് ആ കപ്പ് കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ബെൽറ്റ് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ളതും കൂടി നോക്കാം കേട്ടോ. സ്ലീവ് കട്ട് ചെയ്യാനുള്ള തുണി എടുത്തിട്ട് 4ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടിടുക. ഇനി നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിൻ്റെ ഇറക്കം വേണ്ടത് അതും പ്ലസ് തയ്യൽ തുമ്പും കൂടി എടുക്കുക കേട്ടോ. എനിക്കിവിടെ 6 ഇഞ്ചാണ് സ്ലീവിൻ്റെ ഇറക്കം വേണ്ടത്. അപ്പോൾ പ്ലസ് 1 ഇഞ്ച് മുകളിലും താഴെയായിട്ട് 1/2 ഇഞ്ച് കണക്കാക്കിയിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേ 7 ഇഞ്ച് തന്നെ അപ്പുറത്തെ സൈഡും മാർക്ക് ചെയ്തെടുക്കുക. നിങ്ങൾ എത്രയാണോ സ്ലീവ് എടുക്കുന്നത് അതിൻ്റെ ഒപ്പം തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ലൈന് വരച്ച് കൊടുക്കുക. ഇനി നമുക്ക്
ഇനി നമുക്ക് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനും ഫോർമുലാസ് ഉണ്ട് കേട്ടോ. ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യണം. ആദ്യം നമുക്ക് നമ്മുടെ കൈക്കുഴി, അതായത് നമ്മൾ ഫ്രണ്ടിൽ കട്ട് ചെയ്ത കൈക്കുഴി എത്രയാണെന്നുള്ളതൊന്ന് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ 7.5 ഇഞ്ചാണ് കൈക്കുഴി. അപ്പോൾ അത് ഇടയ്ക്ക് നമുക്ക് ഫ്രണ്ട് എടുത്ത് നോക്കണ്ടല്ലോ, അപ്പോൾ അതാണ് ഇവിടെ എഴുതി വെക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്തെടുക്കാം. അത് തടിയുള്ളവർക്ക് മുകളിൽ നിന്നും 3.5 ഇഞ്ച്, തടിയില്ലാത്തവർക്ക് ഇത്ര ഇഞ്ച് എന്നൊരു കണക്ക് വെച്ചിട്ട് ചെയ്യാതെ കറക്റ്റായിട്ടുള്ള ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ലീവും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ചെസ്റ്റ് എത്രയാണോ അതേ /10 ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് 34 ആണ്. /10 ചെയ്യുമ്പോൾ എനിക്കിവിടെ 3.25 അടുത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ അത് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. 2 സൈഡ്, അതായത് 7.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത പോലെ തന്നെ ഇതും മാർക്ക് ചെയ്തിട്ട് നമുക്കതൊന്ന് ലൈന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെൻറ്റർ ലൈനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് സ്ലീവ് ചെയ്യുമ്പോൾ ചെയ്താൽ നല്ല കറക്റ്റായിട്ടുള്ളത് നമുക്ക് സ്ലീവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ കൈക്കുഴിയുടെ അളവ് എത്രയാണെന്ന് നോക്കുക. എത്രയാണോ അതിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ 6.5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ, അതായത് നമ്മുടെ മസിലുണ്ടല്ലോ, കൈയിൻ്റെ മസിലിൻ്റെ റൗണ്ടാണ് കേട്ടോ അത്. അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ട് വെച്ചിട്ട് അളക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ ഫോർമുല വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ മുകളിൽ കിട്ടിയ 6 ഇഞ്ചിന് അതേപോലെ തന്നെ താഴെ നമ്മൾ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തുമല്ലോ അവിടെയും ചെയ്യാം. ഇനി നമുക്ക് മുകളിലത്തെ ലൈന് 6.5-ന് പകുതിയാക്കിയിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അതേപോലെ തന്നെ ഇതും ഒരു ലൈനാക്കി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ കൺഫ്യൂഷനായിരിക്കും, സ്ലീവ് കട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് താഴ്ഭാഗത്തെ സ്ലീവിൻ്റെ റൗണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ അതിനും ഈ കാൽക്കുലേഷനാണ്. അതായത് കൈക്കുഴി നമുക്ക് എത്രയാണോ അതിൽ നിന്നും 1 ഇഞ്ച് മൈനസ് ചെയ്താൽ നമുക്ക് സ്ലീവിൻ്റെ മസിൽ റൗണ്ടിൻ്റെ അളവ് കിട്ടും. ആ അളവിൽ നിന്നും -1 ചെയ്താൽ നമുക്ക് സ്ലീവ് റൗണ്ട് കിട്ടും. അതായത് കൈക്കുഴിയിൽ നിന്നും ഓരോ ഇഞ്ച് മൈനസ് ചെയ്താൽ നമുക്ക് സ്റ്റെപ്പായിട്ട്, അതായത് കൈക്കുഴി 7.5, അതിൻ്റെ താഴെ 6.5, അതിൻ്റെയും താഴെ 5.5, ഇങ്ങനെ നമുക്ക് കണക്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഈ 2 പോയിൻറ്റും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇപ്പോൾ ആ ലൈൻ, അതായത് ഇപ്പോൾ ജോയിൻ ചെയ്ത ആ മാർക്കിൽ നിന്നും മുകളിലേക്ക് സ്ലീവിൻ്റെ ഇറക്കം വെച്ചുവല്ലോ അവിടേക്ക് ഇതേപോലെ ചെരിച്ചൊരു ലൈന് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് തയ്യൽ തുമ്പ് എത്രയാണോ വേണ്ടത് അത് ഈ സൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിവിടെ സ്ലീവ് വരച്ചു കൊടുക്കുക. കയ്യിൽ വരയ്ക്കുക അറിയുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഇതേപോലെ വരച്ചു കൊടുക്കുക. അതല്ല ആം ഹോൾ റൗണ്ട് വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്ലീവ് വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് സെൻറ്റർ പോയിൻ്റ്, അതായത് നമ്മൾ ഫ്രണ്ടിൽ കുഴിച്ച് വിട്ടിട്ടുണ്ടല്ലോ ആ പോയിൻ്റാണത്. അപ്പം നമുക്ക് ഇതേമാതിരി ഇവിടെ നിന്ന് ചെറുതായി കൊണ്ടുവന്നിട്ട് ആ സെൻറ്റർ ഭാഗത്ത് ഇതേപോലെ 1/2 ഇഞ്ച് കുഴിച്ചിട്ട് ആ പോയിൻ്റേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ വരച്ച ഫസ്റ്റ് വളവിനൂടെ വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് 2 പീസ് മാത്രം മുകളിലെടുത്തിട്ട് ആ ഫ്രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ നിങ്ങൾ ഫോൾഡ് ചെയ്തത് വെച്ച് നോക്കിയിട്ട് വേണം കേട്ടോ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ. ഇങ്ങനെ കട്ട് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് ബാക്ക് പീസ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, നമ്മൾ ഫോർമുല വെച്ച് ചെയ്തത് ശരിയാണോ എന്നുള്ളത്. മുകളിൽ ഷോൾഡർ തയ്യൽ തുമ്പ് ഇതേപോലെ വിട്ടിട്ട് മെല്ലെ അതിൻ്റെ സ്ലീവിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ചെയ്യുക അതേപോലെ വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ റെഡി അളവും നമ്മൾ ബാക്കിൽ റെഡി അളവ് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് സെയിം ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വെച്ച് നോക്കിയിട്ട് നമുക്ക് ചെയ്യാതെ ഫോർമുല വെച്ചിട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് സിമ്പിളായിട്ട് വേഗം സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ കട്ടിങ്. നമുക്ക് ഫ്രണ്ടും ബാക്കും സ്ലീവും ബെൽറ്റൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. അല്ല അറിയില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് വീഡിയോയും കൂടിയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇനി എന്തെങ്കിലും ഇതിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ.